പുഴയെ മനുഷ്യൻ കൈവിട്ടപ്പോൾ ഹാജിയാർ പള്ളിയിലും കോൽമണ്ണയിലും നീർനായ ശല്യം രൂക്ഷം. മലപ്പുറം ഹാജിയാർ പള്ളി കോൽമണ്ണ ഭാഗങ്ങളിലെ കടലുണ്ടി പുഴയിൽ നീർനായകളുടെ ശല്യം ക്രമാതീതമായി വർദ്ധിക്കുന്നു. മനുഷ്യരുടെ ഇടപെടൽ കുറഞ്ഞതോടെ പുഴയുടെ പഠനം നീർനായകൾ കയ്യേറിയ അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. ഒറ്റക്കും കൂട്ടമായും എത്തുന്ന നീർനായകൾ പുഴയോരത്തെ മത്സ്യസമ്പത്തിനെ മുഴുവൻ നശിപ്പിക്കുന്നതായും കുളിക്കാനും അലക്കാനും ഇറങ്ങുന്നവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതായും പരാതി ഉയരുന്നു. പലയിടത്തും വെള്ളക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ അലക്കാനും കുളിക്കാനും പ്രദേശവാസികൾ ആശ്രയിച്ചിരുന്ന ഈ പുഴ ഇപ്പോൾ നീർനായ സൈന്യങ്ങളെ കൊണ്ട് ഭീതി പരത്തുകയാണ്. എന്തുകൊണ്ട് നീർനായകൾ പെരുകി? പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് പുഴ മലിനമായതോടെ മനുഷ്യരുടെ ഉപയോഗം കുറഞ്ഞു. 2 പ്ലാസ്റ്റിക് മാലിന്യം കൂടി ചെറുമത്സ്യങ്ങൾ ചത്തൊടുങ്ങി. ബാക്കിയുള്ള മത്സ്യങ്ങളെ എളുപ്പം പിടിക്കാൻ നീർനായകൾക്ക് കഴിയുന്നു. പുഴയോരത്തെ കൈത്തോടുകൾ നികന്ന് നീർനായകൾക്ക് ഒളിക്കാനും പ്രജനനത്തിനും സൗകര്യമായി. നീർനായ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ 2 ഉൾപ്പെട്ട ജീവിയാണ്. അതിനെ ഉപദ്രവിക്കുന്നത് കുറ്റകരമാണ്. എന്നാൽ മനുഷ്യജീവന് ഭീഷണിയായാൽ വനം വകുപ്പിനെ അറിയിക്കാം. പ്രദേശവാസികളുടെ ജാഗ്രതയ്ക്ക് ഞങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ: 1. കുട്ടികളായാലും മുതിർന്നവരായാലും തനിച്ച് പുഴക്കരയിലേക്ക് പോകരുത്. രാവിലെയും വൈകിട്ടും നീർനായകളുടെ സഞ്ചാര സമയമാണ്. ഈ സമയങ്ങളിൽ പുഴയിൽ ഇറങ്ങുന്നത് തീർത്തും ഒഴിവാക്കുക. നീർനായയെ കണ്ടാൽ പ്രകോപിപ്പിക്കുകയോ കല്ലെറിയുകയോ ചെയ്യരുത്. പതുക്കെ പിൻവാങ്ങുക. ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് പോലത്തെ മറ്റു മാലിന്യങ്ങൾ പുഴയോരത്തിടരുത്. അത് നീർനായകളെ ആകർഷിക്കും. പ്രദേശത്ത് ജാഗ്രത പുലർത്തുന്ന ഒരു ബോർഡ് സ്ഥാപിക്കുന്നത് അന്യദേശക്കാർ കർഷകരായി പുഴയിൽ ഇറങ്ങുന്നത് തടയാം. നഗരസഭയും വനംവകുപ്പും സംയുക്തമായി സ്ഥിതിഗതികൾ വിലയിരുത്തി ജനങ്ങൾക്കൊരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്.